കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് കൂടുതലും ഗൾഫ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന പണത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലകളിൽ എപ്പോഴൊക്കെ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതകൾ ഉണ്ടാകാറുണ്ട്, ആ സമയങ്ങളിലൊക്കെ കേരളത്തിലും അതിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ രൂപപ്പെടാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്, പ്രത്യേകിച്ചും ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇതെങ്ങനെയാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെ ബാധിക്കുക? ഇറാനെ അമേരിക്ക ആക്രമിച്ചതിന് ശേഷം ഇറാൻ അമേരിക്കക്കെതിരെ തിരിച്ചടിക്കുന്നത് സമീപത്തുള്ള ഗൾഫ് രാജ്യങ്ങളെ, അതായത് UAE, കുവൈത്ത്, ബഹ്റിൻ, ഒമാന്, സൗദി അറേബ്യ, ഖത്തർ ഇവയൊക്കെ ആക്രമിച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ യുദ്ധം ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യം UAE ആണ്. ആ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയ ചെറിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവിടുത്തെ ദുബായ് ആണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഈ യുദ്ധം. ദുബൈയിലാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വലിയ രീതിയിൽ സാന്നിധ്യമുള്ള രാജ്യമാണ്. ഇപ്പോൾ ദുബൈയുടെ വിവിധ മേഖലകൾ, അതായത് ദുബൈയിൽ ഏറ്റവും അധികം ആൾക്കാരെത്തുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി അഥവാ ടൂറിസം. അതൊന്ന്. രണ്ടാമത്തേത് ദുബൈയിലെ വിദ്യാഭ്യാസ മേഖല. മറ്റൊന്ന് ഹെൽത്ത് കെയർ, ആരോഗ്യ മേഖല. പിന്നെ പോർട്ട്, അതുപോലെ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള മേഖലകൾ, ജബലലി തുടങ്ങിയ പോർട്ടുകൾ, അതുമായിട്ട് അനുബന്ധിച്ച വ്യാപാര മേഖലകൾ. ഇതെല്ലാം തന്നെ യുദ്ധം തുടങ്ങിയതിന് ശേഷം വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ കണക്കുകൾ പ്രകാരം ദുബൈയിലെ ഹോട്ടൽ റെന്റുകൾ ഏറ്റവും കുറഞ്ഞത് 20% താഴെ പോയിട്ടുണ്ട്. 1.5 ലക്ഷത്തിലധികം ഹോട്ടൽ റൂമുകളുള്ള ഒരു പ്രദേശമാണ് ദുബൈ. പക്ഷെ അവിടെ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ആരും ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തുന്നില്ല. നമുക്കറിയാം, ദുബൈയിലെ ഈ കൃത്രിമ ദ്വീപുകളുണ്ട്. ആ കൃത്രിമ ദ്വീപുകളിലാണ് പല പ്രധാനപ്പെട്ട ഹോട്ടലുകളൊക്കെ. ഇപ്പം അവിടെയൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാന്റെ ആക്രമണം പല ഹോട്ടലുകളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബുർജ് അൽ അറബ്, അത് ഒരു ദ്വീപ് പോലെ പണിഞ്ഞിട്ട് അവിടെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളിലൊന്നാണ്. 7 സ്റ്റാർ ഡീലക്സ് ഹോട്ടലാണ്. അതുപോലെ പാം ജുമേറ, അതും ഒരു ദ്വീപാണ്. അവിടെയൊക്കെ തന്നെ നിരവധി ആൾക്കാർ, വലിയ പണക്കാരുടെ റെസിഡൻഷ്യൽ ഏരിയ. അതുപോലെ നമുക്കറിയാം ബുർജ് ഖലീഫ, അത് പഴയ ബുർജ് ദുബായ് എന്ന് പറയുന്ന ബുർജ് ഖലീഫയിലെ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ തന്നെ പലപ്പോഴും 1 മാസത്തെ ബുക്കിംഗ് ആണ് ആവശ്യമുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിയുന്നതും ദിവസങ്ങൾ, അല്ല 3 തൊട്ട് 4 ആഴ്ചകൾ വരെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സീറ്റ് കിട്ടത്തുള്ളായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പം നടന്നു കയറി ചെന്നാലും സീറ്റുണ്ട് അവിടെ. ഒരു ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, സ്പോട്ട് അഡ്മിഷനാണ്. കാരണം ആൾക്കാരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുബൈയുടെ ഒരു സമ്പദ്ഘടനയെ ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം അതികഠിനമായിട്ട് ബാധിച്ചിരിക്കുന്നത്. പക്ഷെ അത് ബാധിക്കാൻ പോകുന്ന ആരെയാണ്? ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ. ഇപ്പം നമുക്ക് ഗൗതം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള റെമിറ്റൻസിൻ്റെ ഒരു സംഖ്യ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് GDP SGDP എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് നോക്കിയാൽ അത് 25%-ത്തിലധികം റെമിറ്റൻസ് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള റെമിറ്റൻസ് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വരുന്ന കേരള സർക്കാർ തലയിലോട്ട് ഒരു തീക്കുണ്ടം എടുത്ത് തലയിലേക്ക് വെക്കുന്ന പോലെ ആയിരിക്കും. കാരണം താങ്ങാൻ പറ്റാത്ത ഒരു വ്യവസ്ഥയായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഒരു വളർച്ച ഇന്ത്യയെ മൊത്തത്തിൽ ബാധിക്കും. കാരണം ദുബൈയിലോട്ടല്ല, UAE-യിലോട്ടാണ് നമ്മൾ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് UAE. ഒന്നാമത്തെ രാജ്യം US ആണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷേ ഈ കയറ്റുമതിയൊക്കെ നമുക്ക് ഇപ്പൊ യു എസിലേക്ക് പിന്നെ ഇറക്കുമതി ചുങ്കം യു എസ് ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലോട്ടും നമ്മുടെ കയറ്റുമതി ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇത് അങ്ങനല്ല. കാരണം നമുക്ക് അവിടെ നിന്ന് ഉള്ള വരുമാനത്തെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അത് ചെറുകിട പിന്നെ കച്ചവടക്കാര് അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാര് തൊട്ട് വലിയ ബിസിനസ്സുകാർ തന്നെ മലയാളികളുണ്ട്. പക്ഷെ ഇവരെല്ലാം തന്നെ ഒരേപോലെ ബാധിക്കുകയാണ് ഈ യുദ്ധം. യുദ്ധം ഒരു 3 മാസത്തേക്ക് നീണ്ടു നിന്നാൽ കേരളത്തിന്റെ പല പ്രദേശങ്ങളും ഒരു 20-25 കൊല്ലം മുമ്പുള്ള 2000-ന് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനാണ് സാധ്യത. റിയൽ എസ്റ്റേറ്റിന്റെ വിലയൊക്കെ കുത്തനെ ഇടി. കാരണം ദുബൈയിൽ തന്നെ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആർക്കും വേണ്ട. പലപ്പോഴും ഞാനീ പറഞ്ഞ പാം ജുമേറയിലൊക്കെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള വിദേശികളാണ് വന്നിട്ട് താമസിക്കുന്നത്. അതുപോലെ അവിടുത്തെ ഫ്രീ സോണുകളിലൊക്കെ തന്നെ മുതൽ മുടക്കുന്നത് വിദേശികളാണ്. പലരും തങ്ങളുടെ മുതൽ മുടക്ക് പെട്ടെന്ന് പിൻവലിച്ച് എങ്ങനെങ്കിലും തടി ഊരി പോകാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. നമുക്കിതിന്റെ ഒരു ആഴം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പല ആൾക്കാരും പറയുന്നത് ദുബൈ എയർപോർട്ടിലോട്ട് ചെന്നാൽ ടെർമിനൽ 3 അവിടുത്തെ ആ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ വരുന്ന ടെർമിനൽ 3 ഇന്ന് ഒരുമാതിരി വിജനമായിരിക്കുകയാണ്. ഇപ്പൊ യുദ്ധം തുടങ്ങി അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ 125 ഫ്ലൈറ്റുകൾ റദ്ദാക്കി. കേരളത്തിലോട്ട് തന്നെ ഉള്ള പല ആൾക്കാർക്കും തിരിച്ചു വരാൻ പറ്റാതെ മലയാളികൾ പലരും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. കേരളത്തിലുള്ള പല കുടുംബങ്ങളും തങ്ങളുടെ ഗൾഫിലുള്ള, പ്രത്യേകിച്ച് ദുബൈയിൽ UAE-യിലുള്ള കുടുംബാംഗങ്ങളെ കാണാനായിട്ട് അവിടേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന പല ആൾക്കാരും അവരുടെ യാത്രയൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ റമദാന് ശേഷം പിന്നെ ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന പല കുടുംബങ്ങളും അവരുടെ യാത്രയെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് പ്രത്യക്ഷത്തിൽ തന്നെ അവിടെ ഇപ്പോ പിന്നെ വിദേശ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അനുസരിച്ച് ദുബൈയിലെ പിന്നെ മറീനായുടെ അടുത്തും അതുപോലെ തന്നെ എയർപോർട്ടിനടുത്തും നിരവധി കാറുകൾ റോഡിൽ പിന്നെ പാർക്കിംഗ് ലോട്ടുകളിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. അതിന്റെ കീ പോലും എടുക്കാൻ പലരും തയ്യാറായിട്ടില്ല. വലിയ വില കൂടിയ കാറുകൾ പലതും ആരും ഉപയോഗിക്കാനില്ലാതെ അവിടെ കിടക്കുകയാണ്. അവിടെ റോഡിൽ ഉൾപ്പെടെ പല സ്ഥലത്തും ഈ പെറ്റുകൾ, അതായത് വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർ വളർത്തുന്ന പൂച്ചകള്, നായ്ക്കള്, ഇതൊക്കെ ഭക്ഷണം കിട്ടാതെ അവിടെയൊക്കെ ആൾക്കാരെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതുപോലെ പെറ്റ് കെയർ സെന്ററുകളുണ്ട് അവിടെ ഈ എയർപോർട്ടിനടുത്തൊക്കെ. അവിടെയൊക്കെ തന്നെ നിരവധി വളർത്തു മൃഗങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഭക്ഷണം പോലും കിട്ടാതെ അവിടെ കിടന്ന് നരയിക്കുന്നതായിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇവിടെ തിരിച്ചറിയുന്നില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അതിന് 2 കാരണമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് അവിടെ വലിയ വിലക്കുണ്ട്. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ പലതും ദുബൈയിൽ സർക്കുലേഷൻ ഉള്ളതാണ്. ഇത് റിപ്പോർട്ട് ചെയ്താൽ അവിടെ വിലക്കുണ്ടാവും എന്നുള്ള കാരണത്താൽ അവര് പിന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാൻ അവിടെ അനുവാദമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ട്, ഒരുപാട് മലയാളികളെ അറസ്റ്റ് ചെയ്ത്, മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലാക്കി. കാരണം മിസൈല് വന്ന് വീഴുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫോട്ടോകൾ നമ്മൾ ആ ഫോട്ടോ മൊബൈലിൽ പകർത്തിയാൽ തന്നെ അവിടെ നമ്മളെ അറസ്റ്റ് ചെയ്യും അവർ. കാരണം അത് ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ, ഈ യാഥാർത്ഥ്യങ്ങൾ പുറംലോകം അറിഞ്ഞാൽ ആരും അവിടേക്ക് പിന്നീട് ചെല്ലില്ല. അപ്പൊ അത് ദുബൈയുടെ സമ്പദ്ഘടനയെ വലുതായിട്ട് ബാധിക്കും. ദുബൈക്ക് അല്പം പോലും എണ്ണയില്ല, ഓയിലില്ല, ക്രൂഡ് ഓയിൽ അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്യുന്നില്ല. അവര് ട്രേഡിങ്ങിലും ടൂറിസത്തിലും ഒക്കെയാണ് അവർ പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ദുബൈയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരും തങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ട് സിംഗപ്പൂരും അതുപോലെ ഈസ്റ്റാൻബുളിലോട്ടും ഒക്കെ പോവുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് ദുബൈയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അവർക്ക് ഇത് മറികടക്കാൻ, ഈ യുദ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം, എനിക്ക് തോന്നുന്നത്, ഈ ഒരു അവസ്ഥയെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ഇലക്ഷനിലൊന്നും ആരും ഇതൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത്
അത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിന് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയ പലരും കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഗൾഫിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ ജോലി ഉണ്ടാകുമോ, പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള ശേഷി ഉണ്ടാകുമോ എന്നൊന്നും ആരും ചിന്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളേതോ ഒരു മിഥ്യാലോകത്തിൽ കേരളം ഒന്നാം നമ്പർ എന്ന് ഉരുവിട്ട് ഒരു മന്ത്രം പോലെ ഉരുവിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു യാഥാർത്ഥ്യം, ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം, നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫിൽ നിന്നും തിരികെ എത്തുമ്പോഴേക്കും ഞാനിപ്പോൾ ദുബൈയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്, സൗദിയൊക്കെ ഇതേ അവസ്ഥയിൽ തന്നെയാണ്. പല കമ്പനികളും ഒരുപാട് ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ചിലരൊക്കെ വളരെ കുറഞ്ഞ 1/3 ശമ്പളമാക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെയൊക്കെ ഓയിൽ ഇൻഡസ്ട്രി ഇത് കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു. പല റിഫൈനറികളും തകർന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ യുദ്ധം നീളുകയാണെങ്കിൽ പിന്നെ ഒരു 2-3 കൊല്ലത്തേക്ക് ഇത് പിന്നെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുടെ കാലമായിരിക്കും. എന്തായാലും ഈ കുറച്ച് പിന്നെ മുൻകൂട്ടി ഒന്ന് ആസൂത്രണം ചെയ്തായിരിക്കും പലർക്കും നല്ലത്. കേരളത്തിലെ അടുത്ത അധികാരമേൽക്കാൻ പോകുന്ന സർക്കാരിന് കാത്തിരിക്കുന്നത് വലിയൊരു ഭാരമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.